ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഡുവൽ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഡുവൽ ഓപ്പറേറ്ററിൽ ഡുവൽ ഓപ്പറേറ്റർ എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്ത്. അടുത്തതൊരു തിയറാണ്. തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓപ്പറേറ്റർ ഉണ്ട് ഫ്രം എക്സ് ടു വൈ. അത് കോമ്പാക്റ്റ് ആണ് എങ്കിൽ എവരി ഇമേജ് ഓഫ് ബൗണ്ടഡ് സെറ്റ് ഈസ് പ്രീ കോമ്പാക്റ്റ്, അല്ലെങ്കിൽ എവരി ഇമേജ് ഓഫ് ഓപ്പൺ ബോൾ ഈസ് പ്രീ കോമ്പാക്റ്റ്, അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ എവരി കോച്ചി സീക്വൻസ് ഇൻ വൈ ഈസ് എവരി സീക്വൻസ് ആസ് എ കോച്ചി സീക്വൻസ്, അങ്ങനെ പറയാം. കോച്ചി സബ് സീക്വൻസ് അങ്ങനെയും പറയാം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാനുള്ളത് എ ഈസ് കോമ്പാക്റ്റ് ആണ് എങ്കിൽ എന്താണ് പറഞ്ഞത്, എ സ്റ്റാറും എന്താണ് കോമ്പാക്റ്റ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എ കോമ്പാക്റ്റ് ആണ് എങ്കിൽ എ സ്റ്റാറും കോമ്പാക്റ്റ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂഫ് അപ്പോൾ നമ്മൾ ഇവിടെ പ്രൂഫുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓപ്പൺ ബോൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അതായത് ഡി വൈ സ്റ്റാർ എടുത്തിട്ടുണ്ട് എങ്കിൽ, അതായത് വൈ സ്റ്റാറിലുള്ള ഒരു ഓപ്പൺ ബോൾ, ഡുവൽ സ്പേസിൽ ഒരു ഓപ്പൺ ബോൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഇമേജ് എന്തായിരിക്കണം, ഈസ് പ്രീ കോമ്പാക്റ്റ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. പ്രീ കോമ്പാക്റ്റ് ആണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ഇതിൽ ആദ്യം ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷോ ചെയ്യേണ്ടത് വി വാണ്ട് ടു ഷോ ദാറ്റ് ഷോ ചെയ്യാനുള്ള ഈ കുഞ്ഞാപ്പ് കാണും. അപ്പോൾ നമ്മളുടെ അടുത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയാം. ഹിയർ ഇവിടെ എന്താണ് ആദ്യമായിട്ടുള്ളത്, ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ളത് എന്താണ്, എ ഈസ് പ്രീ കോമ്പാക്റ്റ് ആണ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ കോമ്പാക്റ്റ്, എ ഈസ് കോമ്പാക്റ്റ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, വിച്ച് ഇംപ്ലൈസ്, ഇത് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ടി ഈക്വൽ ടു സം എ ഓഫ് ഡി എക്സ് എ ഓഫ് ഡി എക്സ് ഈസ് ഓപ്പൺ ബോൾ ഈസ് പ്രീ കോമ്പാക്റ്റ് ഇൻ വൈ എന്ന് പറയാം ബൈ ദി ഡെഫിനിഷൻ പ്രീ കോമ്പാക്റ്റ് ഇൻ വൈ. അപ്പം ഇങ്ങനെ വൈ ആണ് എന്ന് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സം തരികിട. കൺസിഡർ ദി കളക്ഷൻ ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കൺസിഡർ continuous function on t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a dx യൂണിറ്റ് ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ ഓവർ എക്സ് ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ. അതെന്താണ് നമ്മൾ എടുത്തു, അതിൻ്റെ മുകളിലുള്ള എല്ലാ ഫംഗ്ഷനും എടുത്തു. അതിനെ ഞാൻ എം ഈക്വൽ ടു എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനെയും, ഏതിൻ്റെ മുകളിലുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, യൂണിറ്റ് ബോൾ ഡി വൈ സ്റ്റാർ ഇത് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുക ഈ കുഞ്ഞാപ്പ് എവിടെയാണ്, വൈ സ്റ്റാറിലാണ് ഉണ്ടാവുക. എല്ലാ കളക്ഷൻ ഓഫ് ഓൾ ടീൻ്റെ മുകളിലുള്ളതും ഉണ്ടാവുക ഡി വൈ സ്റ്റാറിലാണ് ഉണ്ടാവുക. ഡി വൈ സ്റ്റാർ എന്നുള്ളതാണ് നമുക്ക് എന്താണ്, എ ഡി വൈ സ്റ്റാർ ആണ് പ്രീ കോമ്പാക്റ്റ് എന്ന് പറയേണ്ടത്. ഇനി നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുക, ഫസ്റ്റ് പ്രൂവ് ചെയ്യുക ഈ എം എന്താണ് എന്ന് പ്രൂവ് ചെയ്യണം. പ്രീ കോമ്പാക്റ്റ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എം എന്താണ്, പ്രീ കോമ്പാക്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് ഫോർ എനി ഫൈ ബിലോങ്സ് ടു ഡി വൈ സ്റ്റാർ, ഏതൊരു പ്രീ കോമ്പാക്റ്റ് ആണ് എന്നാണ് നമ്മൾ എം പ്രീ കോമ്പാക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. എം പ്രീ കോമ്പാക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ബൗണ്ടഡും യൂണിഫോം കണ്ടിന്യൂറ്റിയും പ്രൂവ് ചെയ്താലും മതി, അങ്ങനെയും മതി അതും വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ബൗണ്ടഡ് ആണ് എന്നുള്ളത് ഫൈ ഓഫ് വൈ
എടുത്തിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു നോം 5 ഇൻറ്റു നോം എ ഇൻറ്റു നോം എക്സ്. വൈ എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ട് എ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന മോഡല്. കാരണം എന്തുകൊണ്ട് വൈ സ്റ്റാറിലുള്ള എലമെൻറ്റുകളായതുകൊണ്ട്, സോറി എന്തിലുള്ള എ ഡി എക്സിലെ എലമെൻ്റ് ആയതുകൊണ്ട് വൈ ബിലോങ്സ് ടു എ ഡി എക്സ്. അപ്പം ഇറ്റ് ഈസ് ലെസ് ദാൻ 5 എക്സ് ഈക്വൽ ടു 1, അതുപോലെ തന്നെ നോം 5 ഈക്വൽ ടു 1, നോം എക്സ് ഈക്വൽ ടു 1 ആണ് എങ്കിൽ എന്തുകൊണ്ട് ഡി എക്സ് യൂണിറ്റ് പോലുള്ള എലമെൻ്റ് ആണ് എടുക്കുന്നത്. therefore which is less than or equal to norm x. That means A is bounded, linear bounded operator. Therefore phi is bounded. അല്ലേ? അപ്പം എം എന്താണ് എന്ന് കിട്ടി? ബൗണ്ടഡ് ആണ് എന്ന് കിട്ടി. അങ്ങനെ എം ബൗണ്ടഡ് ആണ് എന്ന് കിട്ടി ഫോർ ഓൾ y belongs to t. y is a unit element ആയിരിക്കും. ഓക്കെ, y belongs to t. അപ്പം ഇതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ കണ്ടിന്യൂറ്റിയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് മോഡുലസ് ഓഫ് 5y 1 മൈനസ് 5y2 അല്ലേ? കാരണം ഫൈ ഈസ് കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ പ്രകാരം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈ ദി ലീനിയാരിറ്റി ഫൈ ഓഫ് y1 മൈനസ് y2 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റും. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് 5 അല്ലേ? നോം ഓഫ് 5 ഇൻറ്റു നോം y1 മൈനസ് y2 ഇങ്ങനെ എഴുതാൻ പറ്റും ബൈ ദി പ്രോപ്പർട്ടി അല്ലേ? ബൗണ്ടഡ്നെസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? നോം ഓഫ് y1 മൈനസ് y2 എന്ന് എഴുതാൻ പറ്റും. എന്തിൻ്റെ മോളായതുകൊണ്ട് നോക്കാം, യൂണിറ്റ് ഡി വൈ സ്റ്റാറിലാണ്. ഫൈ എവിടെയുള്ള ഡി വൈ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ് സത്യത്തിൽ? യൂണിറ്റ് ബോൾ ഇൻ വൈ സ്റ്റാറിലെ യൂണിറ്റ് ബോളാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നോം 5 ഈക്വൽ ടു എന്തായിരിക്കും? 1 ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നോം 5 ഈക്വൽ ടു 1 എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നോം 5 ഈക്വൽ ടു എന്താണ്? ഇവിടെ 1 ആയതുകൊണ്ട്. ഓക്കെ, therefore നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 greater than 0 y1 minus y2 less than epsilon implies എന്തായിരിക്കും? മോഡുലസ് ഓഫ് 5 y1 മൈനസ് 5 ഓഫ് y2 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ ദി കണ്ടീഷൻ. ഇതിൻ്റെ ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ആ പ്രോപ്പർട്ടി റെഡിയാണ്. അപ്പം നമുക്ക് കിട്ടി എം ഈസ് ബൗണ്ടഡ് കണ്ടിന്യൂസ് അല്ലേ? എം ഈസ് ബൗണ്ടഡ് കണ്ടിന്യൂസ്. ഇത് ഈ രണ്ട് കണ്ടീഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ അർസലാസ് തിയറം പ്രകാരം എന്താണ്? എം ഈസ് പ്രീ കോമ്പാക്റ്റ് അല്ലേ? തിയറം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എം ഈസ് പ്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. എം ഈസ് പ്രീ കോമ്പാക്റ്റ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വേറൊരു ഫങ്ഷൻ ഉണ്ട്, ലെറ്റ് എഫ് എൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്. എവിടെ? ബൗണ്ടഡ് ഫങ്ഷൻ ഉണ്ട്, ബൗണ്ടഡ് സീക്വൻസ് അല്ലേ? ഫങ്ഷൻ്റെ ബൗണ്ടഡ് സീക്വൻസ് ഉണ്ട്. എവിടാണ് ഈ ബൗണ്ടഡ് സീക്വൻസ് ഉള്ളത്? ഏതിലാണ്? എ സ്റ്റാർ ഡി വൈയിൽ വി ഡി വൈ സ്റ്റാർ അല്ലേ? ഓപ്പൺ ബോൾ ഇൻ അല്ലേ? ഇമേജ് ഓപ്പൺ ബോൾ അല്ലേ? ഓപ്പൺ ബോൾ ഇൻ ഡി വൈ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ബോൾ ഇൻ വൈ സ്റ്റാർ അല്ലെങ്കിൽ യൂണിറ്റ് ബോൾ ഇൻ വൈ സ്റ്റാർ. അതിൻ്റെ ഇമേജ് എന്താണ്? പ്രീ കോമ്പാക്റ്റ് ആണെന്ന് പറയണം. അതിലുള്ള ഒരു സീക്വൻസ് ആണ് എഫ് എൻ എന്ന് പറയുന്ന സീക്വൻസ്.
അങ്ങനെയാണ് എങ്കിൽ എഫ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? എഫ് എൻ ബൗണ്ടഡ് ആണ് എങ്കിൽ എഫ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഫ് എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈ എൻ കോമ്പോസിഷൻ എ ആണ് അല്ലേ? അപ്പോൾ എഫ് എൻ ബൗണ്ടഡ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും എന്തായിരിക്കും ആര് ബൗണ്ടഡ് ആയിരിക്കും? സെറ്റ് ഫൈ എൻ എന്ന് പറയുന്ന സീക്വൻസ്, എമ്മിലെ ഫൈ എൻ എന്ന് പറയുന്ന സീക്വൻസ് ഈസ് ബൗണ്ടഡ്. ഓക്കെ, ആര് ബൗണ്ടഡ് ആയിരിക്കും? ഫൈ എൻ എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് ആണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും? നമുക്കറിയാം ഇവിടെ പ്രത്യേകിച്ച് എം എന്താണ്? പ്രീ കോമ്പാക്റ്റ് ആണ്. ഫൈ എൻ എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് ആണ്. ഇവിടെയുള്ള എമ്മിലുള്ള സീക്വൻസ് ആണ്. പ്രീ കോമ്പാക്റ്റ് ആണെന്ന് പറയുമ്പോൾ ദർ എക്സിസ്റ്റ് എ സീക്വൻസ് സബ്സീക്വൻസ് ഫൈ എൻ ഡാഷ് അല്ലേ? ഇത് സബ്സീക്വൻസ് ആണ് കേട്ടോ. ഫൈ എൻ ഡാഷ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് അല്ലെങ്കിൽ നോം അല്ലേ, നോം ഓഫ് ഫൈ എൻ ഡാഷ് മൈനസ് ഫൈ എൻ ഡബിൾ ഡാഷ് ഓവർ കണ്ടിന്യൂസ് ഫങ്ഷൻ ഓവർ ടി അല്ലേ, നോം ഈസ് കൺവേർജസ് ടു 0 ആസ് n dash comma n double dash converges to 0 അല്ലേ? അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ കൺസെപ്റ്റ്സ് പ്രകാരമാണ് എങ്കിൽ ഫൈ എൻ ഡാഷ് ഇത് ആണെങ്കിൽ ഫൈ എൻ ഡാഷ് എ അല്ലേ, കോമ്പോസിഷൻ എയും എന്തായിരിക്കും? ഫൈ എൻ ഡബിൾ ഡാഷ് എ കോമ്പോസിഷൻ, അതായത് ഫൈ എൻ ഡാഷ് എന്തായിരിക്കും? കൺവേർജൻ്റ് ആണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ നോം ഓഫ് എഫ് എൻ ഡാഷ് മൈനസ് എഫ് എൻ ഡബിൾ ഡാഷ് converges to 0 as n dash comma n double dash tends to 0 infinity. Therefore ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എ സ്റ്റാർ ഈസ് പ്രീ കോമ്പാക്റ്റ്. ഏതൊരു സബ്സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിലും അല്ലേ, ഏതൊരു സബ്സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിലും അത് കൺവേ ചെയ്യുന്നു കിട്ടി. ഇനി അടുത്ത കൺസെപ്റ്റ്സ് ഓപ്പറേറ്റേഴ്സ് ഓഫ് ഫൈനൈറ്റ് റാങ്ക്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുറഞ്ഞ കാര്യങ്ങളെ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇതോടുകൂടി ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിക്കും. ഓക്കെ, നമ്മൾ ഓപ്പറേറ്റർ ഫൈനൈറ്റ് റാങ്ക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്താണെന്നുള്ളതാണ്. അതായത് ഒരു ഓപ്പറേറ്റർ ഉണ്ട് ഫ്രം എക്സ് ടു വൈ, എക്സ് ടു വൈയിലേക്ക് ഒരു ഓപ്പറേറ്റർ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ ഇമേജ് ഓഫ് എ ഈസ് ഫൈനൈറ്റ് ഡയമെൻഷൻ. അതിൻ്റെ ഡയമെൻഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാങ്ക് എ എന്ന് പറയുന്നത്. ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാങ്ക് എ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെ വരുമ്പോൾ റാങ്ക് എ, ഒരു ഓപ്പറേറ്ററിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഇമേജ് ഓഫ് എ, ദാറ്റ് ഈസ് എ സബ്സ്പേസ്. സബ്സ്പേസ് ആയിരിക്കും, എക്സ് വൈയിലുള്ള ഒരു സബ്സ്പേസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫൈനൈറ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ്. ഫൈനൈറ്റ് കൊളാവുന്നുണ്ട് അല്ലേ, എയ്ത്ത് ഫൈനൈറ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ ഈക്വൽ ടു എന്തായിരിക്കും? റാങ്ക് എ ഈക്വൽ ടു എന്തായിരിക്കും? റാങ്ക് എ ഈക്വൽ ടു എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് ഇമേജ് എന്തായിരിക്കണം? ഇമേജ് എ ഈക്വൽ ടു എന്തായിരിക്കണം? ഇമേജ് എ ഈക്വൽ ടു എന്തായിരിക്കും? ഈക്വൽ ടു സം എൻ, ഫൈനൈറ്റ് അല്ലേ, ഫൈനൈറ്റ് ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയമെൻഷൻ ഓഫ് ഇമേജ് ആണ്, പ്രീ ഇമേജ് അല്ല, ഇമേജ് ആണ്. ഇനി അടുത്ത ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റർ ആണ്. അടുത്ത എന്താണ്? ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റർ. ഓക്കെ, പിന്നെ ഡയമെൻഷനിൽ വേറെ ഇപ്പം എന്താ ഉള്ളത്? ഡയമെൻഷനിൽ വേറൊന്നുമില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിലൊരു പ്രോപ്പർട്ടിയും കൂടി പറയാനുണ്ട് ഫൈനൈറ്റ് റാങ്കിൽ. പ്രോപ്പർട്ടി ഏതായിരുന്നു? ഏതൊരു ബൗണ്ടഡ് ഓപ്പറേറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ എവരി ബൗണ്ടഡ് ഓപ്പറേറ്റർ ഓഫ് ഫൈനൈറ്റ് റാങ്ക് ഈസ് കോമ്പാക്റ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എവരി ബൗണ്ടഡ്
operator of finite rank is compact ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതിലിപ്പം വേറെന്താ ഉള്ളത്? പിന്നുള്ളത് ഇൻവേർട്ടിബിൾ ഓപ്പറേറ്ററിൻ്റെ മുമ്പ് കൺവേർജൻസിനെ പറ്റിയിട്ട് പറയുമ്പോൾ അല്ലേ ഒരു കൺസെപ്റ്റ്സ് ഉണ്ട്, നോട്ട്സ് ആണ് കേട്ടോ അതൊക്കെ. നോട്ട്സ് ഒന്ന്, ഇത് രണ്ടാമത്തെ നോട്ട്സാണ്. ഇനി കൺവേർജൻസിനെ പറ്റിയിട്ടാണ്. ഒരു സീക്വൻസ് ഓപ്പറേറ്റർ സീക്വൻസ് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്ട്രോങ്ലി കൺവേർജൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. സ്ട്രോങ്ലി കൺവേർജൻ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫോർ ഓൾ എക്സിന് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എ എക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ്? നോം ഓഫ് എ എൻ ഓഫ് എക്സ് മൈനസ് എ ഓഫ് എക്സ് എന്തായിരിക്കും? കൺവേർജസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ? ഇതിൻ്റെ മീനിങ് എന്താണ്? നോം ഓഫ് എ എൻ കൺവേർജസ് ടു എ അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോം ഓഫ് എ എൻ മൈനസ് എ കൺവേർജസ് ടു 0 ആസ് അല്ലേ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇത് സ്ട്രോങ്ലി ആവണം എന്നുണ്ട് എങ്കിൽ ഈ കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സ്ട്രോങ്ലി ആവണം എന്നുണ്ട് എങ്കിൽ. ഓക്കെ, ഇനിയുള്ളത് ഇൻവേർട്ടിബിൾ ആണ്. ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു ഓപ്പറേറ്റർ ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ ഓപ്പറേറ്റർ ഫ്രം ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ എക്സ് ടു എക്സ് അതിനെയാണ് നമ്മൾ എൽ എക്സ് എന്ന് പറയുന്നത്. എൽ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എക്സ് ടു എക്സ് എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ ഇൻവേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ഇൻവേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബി എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എ ബി അതുപോലെ തന്നെ എ ബിയും ബി എയും ഐഡൻറ്റിക്കൽ ഓപ്പറേറ്റർ ആണ് എങ്കിൽ നമ്മൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പം അതുപോലെ തന്നെ അതിലൊരു പ്രശ്നമുണ്ട്. ഇൻ കേസ് ഓഫ് ഫൈനൈറ്റ് റാങ്കിലൊരു പ്രത്യേകതയുണ്ട്. ഫൈനൈറ്റ് റാങ്ക് ഓപ്പറേറ്ററിൻ്റെ കേസിൽ ബി എ ഈക്വൽ ടു മാത്രം എന്ത് ചെയ്താൽ മതി? ബി എ ഈക്വൽ ടു മാത്രം ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആയാൽ മതി. എന്നാൽ തന്നെ എ ബി എന്തായിരിക്കും? ട്രിവിയലി ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് ആണ് എന്ന് പറയാം. പക്ഷേ ഇൻഫൈനൈറ്റ് കേസിൽ പ്രശ്നം വേറാണ്. ഓക്കെ, ഇൻഫൈനൈറ്റ് കേസിൽ വരുന്ന ഒരു ഓപ്പറേറ്റർ ഷിഫ്റ്റിംഗ് ഓപ്പറേറ്റർ എടുക്കാം. കൺസിഡർ നമ്മൾ ഒരു എലമെൻ്റ് എടുക്കുക. എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേറ്റർ ടി എക്സ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ് കേസാണ്. ഇൻഫൈനൈറ്റ് ഡയമെൻഷൻ ആവണം. അപ്പോൾ എന്തൊരു x1, x2, x3, x4, എക്സെട്ര അങ്ങനെയാണെങ്കിൽ ടി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായിരുന്നു? ഈക്വൽ ടു ഷിഫ്റ്റിംഗ് അല്ലേ? 0, x1, x2, x3, എക്സെട്ര അല്ലേ? യു എക്സ് ഈക്വൽ ടു കറസ്പോണ്ടിങ് ആയിട്ട് അടുത്തത് യു എക്സ് ഇപ്പോൾ ഏതാ കൊടുക്കുക? യു എക്സ് ഈക്വൽ ടു x2, x3, എക്സെട്ര ഷിഫ്റ്റിംഗ് ഓപ്പറേറ്റർ ആണ് വേറൊരു മോഡൽ അല്ലേ? x4, എക്സെട്ര ഇങ്ങനെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ടി യു
യു ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യു ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ വരിക x1, x2, എക്സെട്ര തന്നെ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററാണ്. പക്ഷേ തിരിച്ച് നോക്കുക, എന്താ സംഭവം പഠിച്ചോനെ, തിരിച്ചുണ്ട് നോക്കുക. ഏതായിരുന്നു? ടി യു എക്സ് എന്താ നോക്കുക, എന്താ വരിക? ടി യു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ടി യു എക്സ് എന്ന് പറഞ്ഞാൽ x2 പിന്നെ ആയിട്ട് മാറും 0, x2, x3, x4, എക്സെട്ര അല്ലേ, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഇത് ഒരിക്കലും ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ അല്ല. അപ്പോൾ അതെന്തല്ല? ഇത് ഇൻവേർട്ടിബിൾ ആണോ? ഇൻവേർട്ടിബിൾ അല്ല. പക്ഷെ എന്താണ്? തിരിഞ്ഞണ്ടാണ്. പക്ഷെ എന്തല്ല? ഇൻവേർട്ടിബിൾ അല്ല എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇൻവേഴ്സിൻ്റെ കേസ് ഇൻവേർട്ടിബിൾ ഇൻ കേസ് ഓഫ് ഫൈനൈറ്റ് റാങ്കിൽ ബി എ ഈക്വൽ ടു, അതായത് ബി എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി എ ബി ഈക്വൽ ടു ഐഡൻറ്റിറ്റിയും എന്തിൻ്റെ ഫൈനൈറ്റിൻ്റെ കേസിലാണോന്നില്ല. ബി എ ഈക്വൽ ടു ഇൻ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആണെങ്കിൽ ട്രിവിയൽ കേസാണ് എ ബി എന്ന് പറയുന്നതും. ഓക്കെ, പക്ഷേ ഇൻഫൈനൈറ്റ് കേസിൻ്റെ ഇതിൽ അങ്ങനെയല്ല. ഇൻവേർട്ടിബിൾ ആവണം എന്നുണ്ടെങ്കിൽ എ ബിയും ബി എയും എന്തായിരിക്കണം? ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആണ്. മറ്റേത് ട്രിവിയൽ ആണ്. അത് പ്രത്യേകം ഓർത്തോളാം. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എയും അതുപോലെ തന്നെ ബിയും രണ്ട് കുഞ്ഞാപ്പുകളുണ്ട്. ആ ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റർ ആണ്. അങ്ങനെയാണ് എങ്കിൽ എ ബി ഓപ്പറേറ്റർ, എ കോമ്പോസിഷൻ ബി ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതും ഇൻവേർട്ടിബിൾ ആയിരിക്കും. എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആയിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നോം ഓഫ് എ ഈക്വൽ ടു ക്യൂ വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ് എങ്കിൽ 1 മൈനസ് എ ഈസ്, അതായത് 1 മൈനസ് അല്ല, ഐ ആം വെരി സോറി, ഐഡൻറ്റിറ്റി മൈനസ് എ. ഓക്കെ, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ മൈനസ് ഈസ് എന്താണ്? ഇൻവേർട്ടിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ 0 to infinity എ കെ, കെ ഈക്വൽ ടു 0 to infinity. ഓക്കെ, കെ ഈക്വൽ ടു 0 to infinity എ കെ. അതുപോലെ തന്നെ അടുത്തത് എ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ഓപ്പറേറ്റർ ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. ദാറ്റ് സാറ്റിസ്ഫൈങ് സം കണ്ടീഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നോം എ മൈനസ് ബി ഈസ് ലെസ് ദാൻ 1 ബൈ നോം എ ഇൻവേഴ്സ്. അങ്ങനെയാണ് എങ്കിൽ നിർബന്ധമായിട്ടും ബി ഇൻവേഴ്സും ഇതായിരിക്കും, ഇൻവേർട്ടിബിൾ ആയിരിക്കും. ബീനെ നമുക്ക് എഴുതാൻ പറ്റും എന്താണ്? എ ഇൻറ്റു ഐഡൻറ്റിറ്റി മൈനസ് എ ഇൻവേഴ്സ് ഓഫ് എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റർ എ ഇൻവേർട്ടിബിൾ ആണ്. അതുപോലെ തന്നെ 1 മൈനസ് എ ഇൻവേഴ്സ് എ മൈനസ് ബി എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.